ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ധനുമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ ഷഡ്തില ഏകാദശിയാണ്. ഷഡ്തില ഏകാദശി ദിവസം വളരെയധികം അപൂർവമായിട്ട് മകരസംക്രാന്തിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപവും മകരവിളക്കും അമൃതസിദ്ധിയോഗവും സർവാർത്ഥസിദ്ധിയോഗവും ഒക്കെ ഒന്നിച്ചു വന്നിരിക്കുന്ന വളരെ അപൂർവമായ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസം. നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള 6 കാര്യങ്ങളെക്കുറിച്ചും ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന സ്പെഷ്യലായിട്ടുള്ള നിവേദ്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈ 2026 എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുമാത്രവുമല്ല, മകരസംക്രാന്തിയാണ് വന്നിരിക്കുന്നത്. മകരസംക്രാന്തി ദിനത്തിൽ നമ്മൾ എള്ളുകൊണ്ടുള്ള എന്തൊരു വസ്തു ദാനം ചെയ്യുന്നതും നമുക്ക് ശുഭഫലങ്ങൾ തരും. അപ്പോൾ നാളെ ഈ ഒരു ഷഡ്തില ഏകാദശിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുമ്പോൾ എള്ള് ദാനം ചെയ്താൽ കിട്ടുന്ന ഫലത്തെപ്പറ്റി പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. നാളെ നമ്മൾ വ്രതമെടുക്കേണ്ടുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഏകാദശി വ്രതം എപ്പോഴും നമ്മളത് പറയുന്നതാണ്. അപ്പോൾ ഏകാദശി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന് ചൊവ്വാഴ്ച, അതായത് ജനുവരി 13 വൈകിട്ട് 3:17 ആരംഭിച്ചിട്ട് നാളെ ബുധനാഴ്ച വൈകിട്ട് 5:52 ഏകാദശി തിഥി അവസാനിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകാദശി വ്രതമെടുക്കുന്നത് നാളെയാണ്. വ്രതമെടുക്കുന്നവരൊക്കെ സൂര്യോദയത്തിന് മുൻപുണരണം. മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാന് മാവിളക്ക് ദീപം കൊളുത്തുന്നവരൊക്കെ അത് കൊളുത്തി ഭഗവാന് തുളസി മാലയൊക്കെ സമർപ്പിക്കണം. ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന അതിപ്രധാനപ്പെട്ട 6 കാര്യങ്ങളുണ്ട്. ഈ 6 കാര്യങ്ങളും നമ്മൾ ചെയ്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് സ്വർഗ്ഗലോക പ്രാപ്തിയാണ്, അതായത് വൈകുണ്ഠ പ്രാപ്തിയാണ് ഫലമായി പറയുന്നത്. ഈ ജന്മത്തിലും മുൻ ജന്മത്തിലും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന സർവ്വ ദോഷങ്ങൾക്കും പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ ഒരു കാര്യങ്ങൾ കൂടി. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് എള്ളുകൊണ്ടുള്ള സ്നാനമാണ്. എള്ള് ലേപനം, എള്ള് സ്നാനം. അതായത് നമ്മൾ രാവിലെ കുളിക്കുന്നതിന് മുൻപ് തലയിലും ശരീരം മുഴുവനായിട്ടും എള്ളെണ്ണ തേച്ച് പിടിപ്പിക്കണം. ഇനിയിപ്പോൾ ശരീരത്ത് തേൽക്കാൻ താല്പര്യമില്ലെങ്കിൽ തലയിലെങ്കിലും നമ്മൾ എള്ളെണ്ണ തേൽക്കണം. അതിന് ശേഷം എള്ള് സ്നാനം, അതായത് ഒരു 1/2 സ്പൂൺ എള്ള് നമ്മൾ കുളിക്കുന്ന ജലത്തിൽ കലർത്തി കുളിക്കണം. അപ്പോൾ എള്ള് സ്നാനവുമായി എള്ള് ലേപനം. മൂന്നാമത്തെ കാര്യം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എള്ള് ചേർക്കുക എന്നുള്ളതാണ്. നാളത്തെ ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും എള്ള് ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ കുടിക്കുന്ന ജലത്തിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾ എള്ള് ആഡ് ചെയ്തിരിക്കണം. ഇവിടെ കറുത്ത എള്ളാണ് എടുക്കുന്നത്, വെളുത്ത എള്ള് എടുക്കരുത്. വെളുത്ത എള്ളിനേക്കാൾ ശ്രേഷ്ഠം കറുത്ത എള്ളാണ്. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭഗവാന് നമ്മൾ എള്ളുകൊണ്ട് ആരതി എടുക്കുക. ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചിലപ്പം തിലഹോമം എന്ന് കണ്ടിട്ടുണ്ടാവും. എള്ളുകൊണ്ടുള്ള ഹോമമാണത്. ഇപ്പോൾ വീട്ടിൽ ഭഗവാന് എള്ളുകൊണ്ട് ആരതി എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി തിലഹോമത്തിന് റെസിപ്റ്റ് എടുത്ത് അത് ചെയ്യാവുന്നതാണ്. വീട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ കർപ്പൂര ആരതി എടുക്കുമല്ലോ, അപ്പോൾ ആ കർപ്പൂരത്തിൻ്റെ കൂടെ ഒരു 3, 4, 5 എള്ളിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ മന്ത്രം ചൊല്ലി ആരതി എടുക്കാവുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഭഗവാന് നമ്മൾ എള്ളുകൊണ്ടുള്ള നിവേദ്യം സമർപ്പിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. 6ാമത്തെ കാര്യം എള്ള് ദാനം. നാളെ നിങ്ങൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും എള്ള് ദാനം കൊടുക്കണം. അത് ക്ഷേത്രത്തിലോട്ടോ വഴിയരികിൽ കാണുന്ന ഒരു വ്യക്തിക്കോ. കാരണം ഭഗവാൻ ശിവൻ്റെയും ഭഗവാൻ സൂര്യൻ്റെയും
വൈഭവം നമ്മളിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സൂര്യഭഗവാന്റെ ആകർഷണം നമ്മളിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ സൂര്യ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് മകരസംക്രാന്തി ദിവസം നമ്മൾ എള്ള് ദാനം ചെയ്യുന്നത്. അപ്പം നാളെ ഷട്ടില ഏകാദശിയും കൂടി ആയതുകൊണ്ട് തീർച്ചയായും നമ്മൾ എള്ള് ദാനം ചെയ്യണം. ഇപ്പം എള്ള് മാത്രമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരിക്കലും ഒരാൾക്ക് ദാനം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ പച്ചരിയോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ നിങ്ങൾക്ക് നാളെ ദാനം ചെയ്യാവുന്നതാണ്. പക്ഷേ എള്ള് ദാനം മഹത്തരമാണ്. നാളത്തെ ദിവസം അത് ചെയ്തിരിക്കണം. ഒരാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ആ കൂടെ ഒരു 100 ഗ്രാമോ 200 ഗ്രാമോ എള്ളും കൂടി വാങ്ങിച്ച് ദാനം ചെയ്യണം. അത് മറക്കാതെ ചെയ്യാനായിട്ട് നാളെ ശ്രമിക്കണം. ഇനിയിപ്പം ഭഗവാനുള്ള നിവേദ്യം. ഭഗവാന് നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കി കൊടുക്കുക. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എള്ളുണ്ട. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പും എള്ളും കൂടിയിട്ടുള്ള ഒരു നിവേദ്യമുണ്ട് ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/2 കപ്പ് പച്ചരി, 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ്. ഇതിപ്പം ഞാനൊരു കണക്ക് പറയുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു 10 സ്പൂൺ പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി 5 സ്പൂൺ ചെറുപയർ പരിപ്പ് എടുത്താൽ മതി. അത് നമ്മൾ എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതി, അതാണ് കണക്ക്. അപ്പം അങ്ങനെ എടുക്കുന്നു. അത് നമ്മൾ കുക്കറിനകത്ത് വെച്ച് വേവിച്ച് എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് നെയ്യൊഴിച്ച് കടുക് പൊട്ടിച്ച് ആ കടുകിനോടൊപ്പം തന്നെ എള്ളും കൂടി ഇട്ട് പൊട്ടിക്കണം. എള്ള് ഇച്ചിരി ഏറെ ഇടണം. എള്ളിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ വറുക്കണം. അതായത് നമ്മൾ തീയലൊക്കെ വെക്കാൻ വേണ്ടി തേങ്ങ വറുക്കുമല്ലോ. അപ്പം ഇവിടെ എണ്ണയിൽ വേണം നമ്മൾ അതായത് നമ്മൾ അടുപ്പിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ നെയ്യിൽ വേണം നമ്മൾ തേങ്ങ വറുക്കാൻ വേണ്ടി. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതിലോട്ട് നമുക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളകും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നമ്മൾ ഒന്നിച്ച് മിക്സാക്കിയെടുത്ത് ഭഗവാന് സമർപ്പിക്കണം. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു നിവേദ്യമാണ്. ഇവിടെയൊക്കെ ഷട്ടില ഏകാദശി ദിവസം ഇവരിത് ഭഗവാനും നിവേദ്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലിവർ കൂടുതലും എള്ള് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും 1-2 സ്പൂൺ എള്ള് ആഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ വളരെ കുറച്ച് ഒരു 1/4 സ്പൂൺ 1/2 സ്പൂൺ എള്ള് മാത്രം മതിയാവും. പക്ഷേ അത് ഭയങ്കര നല്ലതാണ്. നമ്മൾ ഭഗവാൻ അന്നത്തെ ദിവസം സമർപ്പിക്കുന്നത്. അത് ഭഗവാന് സമർപ്പിക്കുമ്പം നമ്മൾ അതിനോടൊപ്പം ഒരു തുളസി ഇലയും കൂടി വെച്ചിട്ട് വേണം ഭഗവാന് സമർപ്പിക്കാൻ. അപ്പം നാളെ എള്ളുകൊണ്ട് ഈ 6 കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെങ്കിലും എല്ലാവരും നാളത്തെ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അന്നദാനം ചെയ്യുന്നതും എള്ളുദാനം ചെയ്യുന്നതും മറക്കരുത്. ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തണം. ഭഗവാന് ഇഷ്ടപ്പെട്ടതൊക്കെ ഭഗവാന് ക്ഷേത്രത്തിൽ വാങ്ങിച്ചു കൊടുക്കണം. തൃക്കൈ വെണ്ണയും തുളസിമാലയും മഞ്ഞപ്പെട്ടും നെയ് ദീപവും ഒക്കെ നമുക്ക് എന്താണോ പറ്റുന്നതൊക്കെ ഭഗവാന് വാങ്ങിച്ചു കൊടുക്കാനും മറക്കരുത്. നാളത്തെ ദിവസം വളരെയധികം ഓസ്പിഷ്യസ് ആണ്. ഞാൻ രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഐശ്വര്യ ദീപത്തെ എങ്ങനെയാണത് കൊളുത്തുന്നതെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരൊക്കെ അത് പോയി കാണണം. ഒപ്പം തന്നെ മകരസംക്രാന്തി പുണ്യ സമയത്ത് വീട്ടിൽ ദീപം കൊളുത്താനായിട്ട് ആരും മറക്കുകയും ചെയ്യരുത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.